ജിൻഡോ ഒരു നിഷ്കളങ്കനാണ്, അതുകൊണ്ടാണ് ജിൻഡോ. പിന്നെ എല്ലാം വെട്ടി തുറന്ന് പറയും, ഒളിക്കലൊന്നുമില്ല. ജാസ്മിൻ ഒതുങ്ങിയിട്ടുണ്ട് കുറച്ച്. അപ്പം അധികം അങ്ങനെ ഇല്ലെങ്കിലും അവക്കടെ ഭാഷകൾ അത്ര നന്നല്ല. ആണും പിള്ളേരോട് സംസാരിക്കണതൊക്കെ കുറച്ച് സൂക്ഷിച്ച് സംസാരിച്ചാൽ അവൾക്ക് ഇനിയും പിടിച്ചു നിൽക്കാം. ഇഷ്ടമില്ല, കാരണം വെച്ചാൽ വെറുതെയാ, അതൊക്കെ വെറും വേസ്റ്റ് ആയിട്ട് ഇട്ടേക്കണേന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആള് വേണമല്ലോ, അതിലിട്ടേക്കണേന്നാന്ന് എനിക്കറിയില്ല. മോഹൻലാൽ നേരിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ എടുത്ത് കളയാൻ. ജാസ്മിന് ഇഷ്ടമാണ്, കാണാനോണ്ട് ഇഷ്ടമാണ്, പക്ഷേ ആ രീതിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഒരാളോട് സംസാരിക്കുന്ന രീതികൾ വളരെ മോശമായിട്ടാണ്. ഞങ്ങളുടെ കുഞ്ഞൂസ് പറയണ അച്ചാമ്മയെ കണ്ട അച്ചാമ്മ അയാള് ആ പെണ്ണിന് ഉമ്മം കൊടുക്കണം. അത് കാരണം പിള്ളേർക്കൊന്നും കാണാൻ ബിഗ് ബോസ് വീട്ടിലെ ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അതായത് ഫുൾ എൻ്റർടൈനിങ് ആയിട്ട് ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ആഴ്ചയാണ് പ്രേക്ഷകർക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ശ്വേതാ മേനോനും അതുപോലെ സാബുമോനൊക്കെ ചാലഞ്ചേഴ്സ് ആയിട്ട് വന്നതാണ്. പ്രേക്ഷകർക്കും ഈ ഒരു അഭിപ്രായം തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത്, ഗബ്രി പോയതിന് ശേഷം വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ജാസ്മിൻ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ തുടങ്ങിയോ, ഇതിലൊക്കെ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ ഈ ഒരു അഭിപ്രായം പോലെ ഈ ഒരാഴ്ച എൻ്റർടൈനിങ് ആയിരുന്നോ, എൻഗേജിങ് ആയിരുന്നോ എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേച്ചി, ബിഗ് ബോസ് ഇന്നും കാണാറുണ്ടോ? ഉണ്ട്. ആരെയാണ് കൂടുതൽ ഇഷ്ടം? ജിൻഡോനെ. ജിൻഡോനെ. എല്ലാവർക്കും ജിൻഡോനെയാണല്ലോ ഇഷ്ടം. എന്താ കാരണം? ജിൻഡോ ഒരു നിഷ്കളങ്കനാണ്, അതുകൊണ്ടാണ് ജിൻഡോ. പിന്നെ എല്ലാം വെട്ടി തുറന്ന് പറയും, ഒളിക്കലൊന്നുമില്ല. കാര്യങ്ങളെല്ലാം നല്ല ക്ലിയറാണ്. വീടിന്റെ ഉള്ളിലുള്ളവർക്കൊന്നും ജിൻഡോനെ അത്ര താല്പര്യമില്ല. അതാവുമ്പോൾ കാര്യം വെട്ടി തുറന്ന് പറയുന്നുണ്ട്. ആണ്. അതെ, ഉടായ്പില്ല അധികം. ആണ്. അങ്ങനെ ഉറപ്പാണ്? ഉറപ്പ്. പിന്നെ ഇഷ്ടമില്ലാത്തത് ആരെയാ? ഇഷ്ടമില്ലാത്തത് അതിൽ ജാസ്മിൻ ഇഷ്ടമല്ല. അതെന്താ കാരണം? ജാസ്മിൻ്റെ കളിയായിട്ടും പിടിക്കുന്നില്ല. ജാസ്മിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ആണ്. ഗബ്രി പോയപ്പോൾ ജാസ്മിന്റെ ഗെയിം എങ്ങനെയുണ്ട്? ജാസ്മിൻ്റെ ഇപ്പം കുറച്ച് അത് കളിക്കുന്നുണ്ട്. അത് ഗെയിം നല്ല ഗെയിമറാണ്. പക്ഷേ എന്താ, ഇങ്ങനത്തെ ഒരു ഭയങ്കര ദേഷ്യം ഇതൊക്കെയാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ്. പിന്നെ ഇഷ്ടമില്ലാത്ത റസ്മിന. അതെന്താ കാരണം? റസ്മിന് ഇതുപോലെ ഭയങ്കര ദേഷ്യക്കാരത്തിയാണ്, ഒരു അഡ്ജസ്റ്റ് ചെയ്യാത്തൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് അതിനെ ഇഷ്ടമല്ല. ഈ ആഴ്ച ആരാവും പുറത്തു പോകുണ്ടാവാ? ഈ ആഴ്ച പോകുന്ന മിക്കവാറും റസ്മിനായിരിക്കും. രസ്മിനായിരിക്കും. ശ്രീതു പുറത്തു പോകുന്നു തോന്നുന്നുണ്ടോ? ശ്രീതു ഇപ്പം പോവില്ല. ശ്രീതു. അതെന്താ കാരണം? ശ്രീതു പക്ഷേ ശ്രീതു ഒരു നല്ല ഗെയിമറല്ല. പക്ഷെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ തട്ടിമുട്ടി ആക്റ്റീവ് അല്ലാതിരിക്കുന്ന ഒട്ടും ആക്റ്റീവ് ഇല്ലാത്തത് ശ്രീതു തന്നെയാണ്. പിന്നെ അൻസിബ ഇപ്പം കുറച്ച് ഒരു മൂവ്മെന്റ് ഉണ്ട്. അതുവരെ അൻസിബ വെറുതെ ആയിരുന്നു. പുതിയ പവർ ടീം എങ്ങനെയുണ്ട്? പുതിയ പവർ ടീം ഇന്നിപ്പം പുതിയത് വന്നിട്ടല്ലേ ഉള്ളൂ. അല്ല, ഈ കഴിഞ്ഞ ആഴ്ചന്റെ പവർ ടീം വലിയ നല്ലതെന്ന് പറയാനില്ല. അവർ പറഞ്ഞ ഒരു റസ്മിനും ടീമെല്ലാം തന്നെയല്ലേ. അവരൊന്നും ഒരാൾക്കും ഒരു ഇത് ചെയ്യുന്നില്ല. അവർ നോറ എങ്ങനെയുണ്ട്? നോറ നല്ല ഗെയിമറാ. പക്ഷേ നോറ ഈ പറഞ്ഞ മാതിരി മറ്റവരെ വലയിൽ പെട്ടുപോയി, പവർ ടീമിന്റെ വലയിൽ പെട്ടുപോയി. അല്ലെങ്കിൽ നോറ നല്ലതായിരുന്നു. നോറ ഇങ്ങനെ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരു ഇതാന്ന് പറയുന്നുണ്ട് പൊതുവെ. അതെ, നോറ എല്ലാം വെട്ടി തുറന്ന് പറയും. അങ്ങനെ തന്നെ മുൻപോട്ട് പോകണം തന്നെയാണോ? അതെ. ഈ പ്രാവശ്യത്തെ സീസണിൽ ആരാവും ഈ ഫസ്റ്റ് ലാസ്റ്റ് ജയിക്കാരോ? അഞ്ച് പേരിൽ വരുന്നത് ഒന്ന് ജിൻഡോ. അവരായിരിക്കും മിക്കവാറും കപ്പ് കൊണ്ടുവന്ന് നമ്മളെ ആഗ്രഹം. അവൻ കൊണ്ടുപോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇനി എന്താന്ന് പറയാൻ പറ്റില്ല. എല്ലാം ബിഗ് ബോസിന്റെ തീരുമാനങ്ങളത്. ചേച്ചി, ഗബ്രി പുറത്താവുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, മറ്റേ അവള് പോകുന്നാണ് വിചാരിച്ചിരുന്നേച്ചത്. എന്താണ് നമുക്കുള്ള പേര്? ജാസ്മിൻ പോകുന്നാണ് വിചാരിച്ചിരുന്നത്. അതിന് ആരെങ്കിലും ഒരാൾ പോകണം, എന്നാലാണ് ആ ബിഗ് ബോസ് കാണാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് കുടുംബമായിട്ടിരുന്ന് കാണണമെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ പോകണം. ഗബ്രി പോയപ്പോൾ ഇപ്പൊ എങ്ങനെ ജാസ്മിൻ ഒതുങ്ങിയിട്ടുണ്ട് കുറച്ച്. അപ്പം അധികം അങ്ങനെ ഇല്ലെങ്കിലും അവക്കടെ ഭാഷകൾ അത്ര നന്നല്ല. ആണും പിള്ളേരോട് സംസാരിക്കണതൊക്കെ കുറച്ച് സൂക്ഷിച്ച് സംസാരിച്ചാൽ അവൾക്ക് ഇനിയും പിടിച്ചു നിൽക്കാം അവിടെ. ഗബ്രി പോയ വിഷമത്തിലിരുന്ന് കരയുന്നൊക്കെ ഉണ്ട്. അതൊക്കെ വെറും നോണയാണ്, വെറും നോണ. അവള് വെറുതെ അവക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പറയണതാണ്, അവളെ കാണിക്കണതാണത്. വെറും വേഷം കെട്ടാണ് അവക്കടെ. സത്യമായിട്ട് അവള് വേഷം കെട്ടണേന് കിടന്നുണ്ട്. ശ്വേതാ മേനോനും സാബുമോനും വന്നിരുന്നു. അവര് വന്നപ്പോ എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല. അവര് നേരത്തെ ഉണ്ടായിരുന്നതല്ലേ. അവർക്കൊക്കെ നല്ലോണം കളിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ്. അവര് നല്ലോണം കളിക്കും. അവര് ഇപ്പൊ തിരിച്ചു പോകും. ഈ ആഴ്ചയും കൂടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവര് വന്നപ്പോ കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടി രസം തോന്നണുണ്ട്. ഈ ആഴ്ച ആരാ പുറത്തു പോകുണ്ടാവാ? ഈ ആഴ്ച പോകണമെങ്കിൽ പേരെനിക്ക് ശരിക്ക്. ജിൻഡോ പുറത്തു പോകും? ജിൻഡോ പോകൂല. ജിൻഡോ ഒക്കെ നല്ല കളിക്കാരനാണ്. അവനൊക്കെ കളിക്കണതും പറയണതൊക്കെ കറക്റ്റ് കാര്യങ്ങളാണ്.
അത് പോകാൻ സാധ്യതയുണ്ട്. ആ പെങ്കൊച്ചിന് അധികം ഒന്നിലൊന്നും ഒരു ഇടപെടണില്ല. അത് ഒതുങ്ങി പോണേണത്. ശരണ്യാണെങ്കിലോ? ശരണ കുഴപ്പമില്ല. ചേച്ചി ഇപ്പോൾ ഗബ്രി പുറത്തു പോയി. അപ്പോൾ ഗബ്രി പുറത്തു പോയപ്പോൾ ഈ ജാസ്മിൻ ഗബ്രി ഇങ്ങനെ ഒരു ഇവരിഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതെ അതെ. അപ്പോൾ ഗബ്രി പോയപ്പോൾ എന്താ തോന്നി? എനിക്ക് ഗബ്രി പോണത് തന്നെയായിരുന്നു ഇഷ്ടം. കാരണം ഇവർ രണ്ടുപേരിലും ഇപ്പം ശരിക്കും ഗബ്രിയെ അല്ല പോകേണ്ടത്, മറ്റേ ജാസ്മിനെ തന്നെ വിടണമായിരുന്നു. കാരണം ഗബ്രി ഈ ജാസ്മിൻ പോയിരുന്നെങ്കിൽ ആശ്രക്കം എനിക്ക് തോന്നണം കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കുമായിരുന്നു തോന്നുന്നത്. ഈ ജാസ്മിൻ അത്ര അങ്ങ് പോരാ. ജാസ്മിൻ ചുമ്മാ ആവശ്യമില്ലാതെ എല്ലാവരും കൂടി ഇങ്ങനെ തല്ലി പിടിച്ച് ഇപ്പം കഴിഞ്ഞ ഒരു ദിവസം തന്നെ കണ്ടില്ലേ ജിൻഡോനെ പിടിച്ച് അടിച്ചത് കണ്ടോ? കിടക്കുമ്പോൾ ആ AC കിട്ടുന്ന ഇതിൽ അങ്ങനെയൊക്കെ വെറുതെ ആമ്പിള്ളേരെ കൂടി തല്ലു പിടിക്കണതാണ്. എനിക്കിഷ്ടമല്ല. ജാസ്മിൻ കപ്പടിക്കും തോന്നുന്നുണ്ടോ? ഏയ് അതൊന്നുമില്ല. ഇപ്പോൾ ജാസ്മിനും ജിൻഡോ ആയിരിക്കും ഫൈനലിസ്റ്റിലായി എത്താന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത് കേട്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ജിൻഡോ തന്നെ ആയിരിക്കും. എനിക്ക് ഇഷ്ടമുള്ള ജിൻഡോ ആയിരിക്കും. ശ്വേതാ മേനോനും സാബുമോനും വന്നിട്ട് എങ്ങനെയുണ്ട്? നല്ലതാണ്, കുഴപ്പമില്ല. എനിക്ക് സാധിച്ചെന്നെ നമുക്ക് പൊതുവേ ഇഷ്ടമാണല്ലോ, വേറെ പ്രോഗ്രാമിലൊക്കെ ഉള്ളതല്ലേ. അവർ വന്നപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം തോന്നിയോ? എനിക്ക് മറ്റേ ആ നോറയില്ലേ അതൊക്കെ വെറുതെ കിടന്നിട്ട് കളിക്കണ പോലെയാണ് തോന്നുന്നത്. ശരിക്കും ഒരു ഇതില്ല. നമ്മൾ ഇത്ര നാൾ കണ്ട ഒരു ബിഗ് ബോസ് അല്ലേ ഇപ്പം ഈ പ്രാവശ്യത്തെന്ന് തോന്നണം. അൻസിബ എങ്ങനെയുണ്ട്? സാധാരണ അൻസിബ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ആൾ ഇപ്രാവശ്യം ഈ ഇച്ചിരി ആക്റ്റീവായിട്ട് എനിക്കും തോന്നി അൻസിബ. കുഴപ്പമില്ല. പക്ഷെ അൻസിബ അത്ര അങ്ങോട്ട് ഇത്ര നാളത്തെ ഇത് നോക്കുവാണെങ്കിൽ പോരാ. ഗെയിമിനാണെങ്കിലും മുന്നോട്ട് വരുന്നില്ല. എല്ലാത്തിലും ഒരു മാറി ശ്രീതു അതൊക്കെ പോലെ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള ശരണ്യ കുഴപ്പമില്ല, അപ്സരയും കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കിഷ്ടം കൂടുതൽ ഋഷിനെ ഇഷ്ടമാണ്, മുടിയനെ ഇഷ്ടമാണ്. ആരായിരിക്കും ഈ ആഴ്ച പുറത്ത് പോകാൻ ചാൻസ് നോക്കിയിട്ട് എനിക്ക് കുറേ പേരെ പേര് പറയാൻ തോന്നുന്നുണ്ട്. ശ്രീതു പുറത്തു പോകും ഉറപ്പാണ്. ഇഷ്ടമില്ല. കാരണം എന്ന് വെച്ചാൽ വെറുതെയാ, അതൊക്കെ വെറും വേസ്റ്റായിട്ട് ഇട്ടേക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആൾ വേണമല്ലോ, അതിലിട്ടേക്കണമെന്ന് എനിക്കറിയില്ല. മോഹൻലാലിനെ നേരിട്ടേണ്ട ഞാൻ പറഞ്ഞാൽ ഇതിനൊക്കെ എടുത്ത് കളയാൻ. ബാക്കി ആളുകളൊന്നും കുഴപ്പമില്ല. എനിക്ക് ജിൻഡോ വരാനാണ് ഇഷ്ടം. എന്നാലും ആളത്രയ്ക്കും ഇത് വല്ല ഇടക്ക് പെണ്ണുങ്ങളോടാണെങ്കിലും സംസാരിക്കുന്ന രീതികളൊക്കെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. നമുക്കിതിൻ്റെ ദേഷ്യം തോന്നും. എങ്കിൽ കൂടി പറയുന്നുണ്ട് എല്ലാവരോടും വ്യക്തമായിട്ട്, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നും. കഴിഞ്ഞ ദിവസത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ ചോദിച്ചപ്പോൾ എനിക്ക് ലാലേട്ടൻ ചോദിച്ചല്ലോ, എനിക്ക് പെട്ടെന്ന് ചിരിയാ വന്നത്. ശരിയാണ്, ഒരു ശരിക്കും തുറന്നടിച്ച് പറയുന്നൊരു പ്രകൃതമാണ് പുള്ളിക്കാരൻ. അതുകൊണ്ട് അതൊക്കെ ഇഷ്ടമാണ്. എന്നാലും കുറെ കൂടി എല്ലാവരും വരാനുണ്ട്. ആരും ഇഷ്ടം കൂടുതൽ ഈ സീസണിൽ ആരെന്ന് പറഞ്ഞാൽ ജിജോനെ മാത്രമേ ഉള്ളൂ. ജിൻഡോനെ മാത്രമേ ഉള്ളൂ. എന്താ ജിൻഡോന് ഇഷ്ടമാകാൻ കാരണം? അവനൊരു മര്യാദക്കാണ്, ഒരു ഒളിച്ചിവൻ. മറ്റുള്ള ആൾക്കാരുടെ പോലെയുള്ള തല്ലുകൊടുത്ത ബഹളമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇതിലുള്ളതാണ് തല്ലുകൊടുത്ത. എന്നാലും മറ്റുള്ളവരൊക്കെ പറയണേ കേൾക്കാൻ തന്നെ ഒരു താല്പര്യമില്ല. സാധാരണക്കാർക്കായ ഞങ്ങൾക്ക് പോലും ഇഷ്ടമില്ല. അതുകൊണ്ട് ഒരുമാരെ ഞങ്ങളറിയാവുന്ന എല്ലാവരും പറയും കൊള്ളൂലോ. മറ്റേ ഈ ഭാഗത്തേക്കുള്ള എല്ലാവരും കാണുമായിരുന്നു. ഇപ്പം എല്ലാവരും പറഞ്ഞു എന്ത് കാണാനായിട്ട്, എൻ്റെ മരുമോള് ഒക്കെ കാണൂല, കിടക്കാൻ സമയമ്പോഴേക്ക്. ജാസ്മിന് ഇഷ്ടമാണോ? ജാസ്മിന് ഇഷ്ടമാണ്, കാണാനോണ്ട് ഇഷ്ടമാണ്. പക്ഷേ ആ രീതിയൊന്നും ഇഷ്ടപ്പെടണില്ല. ഒരാളോട് സംസാരിക്കുന്ന രീതികൾ വളരെ മോശമായിട്ടാണ്. ഇതുവരെ ആരും പറയാത്ത ഒരു കാര്യം. തല്ലുപിടിക്കുമെങ്കിൽ ഇങ്ങനെയൊന്നും പറയൂല. ആണുങ്ങളോട് ഒട്ടും ഒരു എന്തില്ലാത്ത വർത്താനമൊക്കെ പറയുന്ന. ഗബ്രി പുറത്തു പോയത് കണ്ടായിരുന്നു. എന്താ തോന്നിയേ? അത് പോകേണ്ടത് തന്നെയായിരുന്നല്ലോ. ഈ ആഴ്ച ആരാവും പുറത്തു പോവാ? ഈ ആഴ്ചയിൽ ഇപ്പൊ ശ്രീതു അതൊക്കെ പോകുന്നതാണ് നല്ലത്. കുറേ ഇപ്പൊ ഈ സൈസ് ഇത്രയുമായിട്ടും ഭയങ്കര കൂടുതലല്ല ആൾക്കാർ. എല്ലാ പ്രാവശ്യത്തിലും നേരത്തെ കുറേ ആൾക്കാർ കുറയും. ഇത്രയും വരുന്നുണ്ട്. ഇപ്പൊ 60 ദിവസമില്ലേ. ഈ പവർ ടീം എന്ന് പറഞ്ഞിട്ടൊരു കണ്ടില്ലേ, അവരെങ്ങനെയുണ്ട് പുതിയ പവർ ടീം? എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല, പഴയ പോലെ തന്നെ. അതെ. അൻസിബ എങ്ങനെയുണ്ട്? അൻസിബ അത് ആദ്യമൊക്കെ ഭയങ്കര മോശമായിരുന്നു, ഒരേ പ്രതികാരം. ഇപ്പൊ കുറച്ചുകൂടി ഭേദമായിട്ടുണ്ട്. സംസാരിക്കുന്നതും എല്ലായിടത്തും കളിക്കുന്നൊക്കെ ഉണ്ട് മര്യാദക്ക്. ആദ്യമൊക്കെ വെറുതെ അതിൻ്റെ ഒരു അനക്കം പോലും ഇല്ലാണ്ട് ഒരു ഭാഗത്തിരിക്കുന്ന പോലെ തോന്നി. ആരാ ജയിക്കുക പ്രാവശ്യം? ജയിക്കണ അങ്ങനെ പറയാനായിട്ട് ഒരാൾ പോലും ഇല്ല. പിന്നെ കുറച്ചും കൂടി താല്പര്യം തോന്നാ അവൻ ജയിക്കട്ടെ എന്ന് താല്പര്യം. ജിൻഡോ. ആരും ഇഷ്ടം? എനിക്ക് ജിൻഡോനെ. എന്ത് ഇഷ്ടാവാൻ കാരണം? ജിൻഡോ നല്ലൊരു എന്താണ് ഗെയിമറാണ്. ജിൻഡോനെ. ആരും ഇഷ്ടമല്ലാതെ? ജാസ്മീനെ ഇഷ്ടമല്ല. എന്താ കാരണം? ജാസ്മീനെ ഇഷ്ടമല്ല. പിന്നെ ശ്രീരേഖ ശ്രീരേഖ ടീച്ചറാ.
ആ ടീച്ചറാന്ന് തോന്നുന്നത്, അവരെനിക്ക് ഇഷ്ടമല്ല. പിന്നെ ആരാ നന്നായി ഗെയിം കളിക്കുന്നത് ഇവിടെ? ജിൻഡോ ആണ്. ജിൻഡോ, പിന്നെ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, എൻ്റെ പേരറിയാം. അപ്സരയാണോ? അപ്സരയൊന്നും അല്ല, അപ്സരയൊക്കെ എന്ത് അപ്സരയല്ല, വേറൊരു പെങ്കൊച്ചുണ്ട്. രശ്മിൻ? ആ രശ്മി, അതാണ് മോഹൻലാലിൻ്റെ കൂടെ മകളായിട്ട് അഭിനയിച്ച അൻസിബ. അൻസിബ, അവള് തിരക്കേടില്ല. പിന്നെ ആരാണ് പിന്നെ അതിൽ പറയാൻ പറ്റിയത്? ശ്രീതു ഒന്നും അത്ര ആയിട്ടില്ല. ശ്രീതു പുറത്തു പോകും തോന്നുന്നുണ്ട് ഈ ആഴ്ച. ശ്രീതു ഈ ഗബ്രി പെട്ടെന്നല്ലേ പുറത്തു പോകുന്നേ? അത്യാവശ്യം നന്നായി കളിച്ചിരുന്ന ആളാ. അപ്പൊ ഗബ്രി പുറത്തു പോകുന്നു വിചാരിച്ചിരുന്നോ? ഗബ്രിയുടെ കളയണമെന്നാ ഞങ്ങൾ പറയണ. രണ്ടിനെയും അതീത് കളഞ്ഞാലേ ആ വീട് ക്ലിയർ ആവുള്ളൂ. ജാസ്മിനും പുറത്തു പോകണേ? ജാസ്മിനും പോണം. പക്ഷെ ജാസ്മിൻ പോകും തോന്നുന്നുണ്ടോ? പോന്ന് തോന്നണില്ല. അവളും ജിൻഡോയും ആണ് ലാസ്റ്റ് വരെ നിൽക്കുമെന്നുള്ളൊരു ഊഹം. ഈ ശ്വേതാ മേനോനും സാബു വന്നിട്ട് എങ്ങനെയുണ്ട്? ഭയങ്കര ടാസ്ക്. അവര് വന്നപ്പോഴാണോ കുറച്ച് കാണാൻ? അവര് വന്നപ്പോഴാണ് വീടൊരു പണ്ടത്തെ വീടായത്. അവരിന്ന് ഇപ്പൊ ഈ ഒരാഴ്ചയും കൂടെ ഉണ്ടാവുള്ളൂ, തിരിച്ചു പോകും. അപ്പൊ ഇനി വേറെ ആൾക്കാർ വരും. ആര് വരണം എന്ന് ആഗ്രഹം ചാലഞ്ചർ ആയിട്ട്? ഇനിയിപ്പം അവിടെ അതായത് കഴിഞ്ഞ സീസണിൽ ആരെങ്കിലും വരണം? ആര്യ വന്നാ കൊള്ളാം. ആര്യ ബഡായ്. പിന്നെ ആരാ? പിന്നെ അതിൽ പറയാൻ പറ്റിയത് ആരാ? പണ്ടത്തെ ആൾക്കാരെയൊക്കെ മറന്നുപോയല്ല. രഞ്ജിനി ഹരിദാസ് വന്ന എങ്ങനെ ഇരിക്കും? രഞ്ജിനി ഹരിദാസൊക്കെ സൂപ്പറാണ്. അവരൊക്കെ ഉണ്ടായ ഷോ എന്തായിരുന്നു? ഇത് കാണാൻ പറ്റിയ ഷോ അല്ലായിരുന്നു. ഇതെന്ത് അലമ്പാണ്. പിള്ളേർക്കൊന്നും കണ്ടിരിക്കാൻ പറ്റൂല. ഞങ്ങളുടെ കുഞ്ചൂസ് പറയണ അച്ചാമ്മയെ കണ്ട അച്ചാമ്മ അയാള് ആ പെണ്ണിന് ഉമ്മം കൊടുക്കണ. അത് കാരണം പിള്ളേർക്കൊന്നും കാണാൻ കൊള്ളൂല. നമ്മൾ പണ്ടത്തെന്ന് പറഞ്ഞാൽ ഒരു രസമല്ലേ, നമുക്ക് ടി വിയുടെ മുമ്പിൽ നിന്ന് മാറാൻ പറ്റൂല. അത് അവർക്കിടെയൊക്കെ ഓരോ കളിയും ചിരിയും ഒക്കെ. അതേ കൂട്ടരെ നമ്മുടെ എന്താണ് അവക്കടെ പേരെന്നാ അവനെ കിട്ടിയ അഖിൽമാരും കൊള്ളായിരുന്നു. എന്നും കാണാറുണ്ടോ? ആരെ ഇഷ്ടം കൂടുതലും? ജിൻഡോ. എന്താ ഇഷ്ടാവാൻ കാരണം? ഏറ്റവും പുള്ളിയുടെ പെർഫോമൻസും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും, പിന്നെ പുള്ളിയെ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതാ. ഇഷ്ടമല്ലാത്ത ആരാ? ജാസ്മിൻ. ജാസ്മിൻ എന്താ ഇഷ്ടമല്ലാത്ത? കൂടുതലും പ്രൊവോക്കേഷൻ, വയലൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്, മറ്റുള്ളവരെ കൂടുതൽ ഇറിറ്റേഷനും മറ്റു ടോർച്ചറൊക്കെ ആയിട്ടുള്ളത് ഒരു പുള്ളി ഇഷ്ടമല്ല. ഗബ്രി പോയപ്പോ എന്താ തോന്നിയേ? ഗബ്രി പോയപ്പോ സങ്കടമൊന്നുമില്ല, പോയത് എന്തുകൊണ്ടും ഒരു ഇതാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ ആഴ്ച ആരാ ഇനിയിപ്പോ പുറത്തു പോവാ? ജിൻഡോ പോകരുതെന്നുണ്ട്. ആണല്ലേ? ജിൻഡോ വേണം. ജിൻഡോ കപ്പടിക്കും തോന്നുന്നുണ്ടോ? ഉറപ്പാണ്. ആണ്. ഇപ്രാവശ്യത്തെ പുതിയ പവർ ടീം എങ്ങനെയുണ്ട് ഈ ഒരാഴ്ചയിലെ? ഈ ആഴ്ചയിലെ ഷോകാണ്. ആണല്ലേ? അവരുടെ അതായത് അവര് ഭയങ്കര എന്താ പറയാ, നമ്മളൊരു ഈഗോ വെച്ച് പെരുമാറും. പിന്നെ കൂടുതലും അവര് ടോർച്ചർ ചെയ്യും, പ്രൊവോക്കേഷനും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ഇതുപോലെയാണ് ഇപ്പൊ ഈ ഒരു ബിഗ് ബോസ് ഇങ്ങനെ പോകുന്നത്. അതായത് ഇത്രയും ദിവസത്തെ പവർ ടീം വെച്ച് നോക്കുമ്പോ ഈ ടീമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതുവരെ വന്ന പവർ ടീമിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും അവരുടെയാണ് ഏറ്റവും സൂപ്പറായിട്ട് തോന്നിയിട്ടുള്ളത്. ജിൻഡോയുടെ ഒക്കെ ടീമാണ് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള ടീം ഇച്ചിരി ഷോകാണ്. അപ്പൊ ഈ ആഴ്ച ആര് പുറത്തു പോകുന്ന തോന്നണേ? ഈ ആഴ്ച എന്തായാലും ജാസ്മിൻ എന്തായാലും പോകുന്ന തോന്നുന്നു. ജാസ്മിൻ ഈ ആഴ്ച ഇല്ല, എലിമിനേഷനിലില്ല. ശ്രീതു പുറത്തു പോകും. ശ്രീതു പോകും തോന്നുന്നു, അറിയാൻ പാടില്ല. ജിൻഡോ ഇപ്രാവശ്യം എലിമിനേഷനിലുണ്ട്. ജിൻഡോ പോകരുതെന്നാണ് എന്റെ ഒരു ഇത് ആഗ്രഹം. ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷോയിലെ? ജിൻഡോ. എന്താ കാരണം? നല്ലതാണ്. ഇഷ്ടമില്ലാത്തത് ആരാ? ജാസ്മിൻ. അത് ഇഷ്ടമില്ല, പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ല. ഇപ്രാവശ്യത്തെ ഷോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കാണാൻ എന്റർടൈനിങ് ആണോ? രണ്ടുപേരും കൂടി കൂടിയിരിക്കണ അതിൽ ആ ചെറുക്കൻ പോയപ്പോൾ ഒരുവിധം മെനയുണ്ട്. ഇപ്പം ഗബ്രി പോയപ്പോൾ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കാണാനൊരു ഇതുണ്ട്. അല്ലെങ്കിൽ അത് ഭയങ്കര മെനയുടായിരുന്നു. പിള്ളേർക്കൊന്നും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള പെരുമാറ്റങ്ങളാണ്. ജാസ്മിൻ നന്നായി ഇപ്പൊ ഗെയിം കളിക്കുന്നുണ്ടോ? ജാസ്മിനൊക്കെ ഇപ്പൊ കളിക്കുന്നുണ്ട്. നേരത്തെ അവൾ എപ്പോഴും ആ ചെറുക്കനെ കൂടി ഒട്ടിപ്പിടിച്ച് ഇരിപ്പല്ലേ.
ജാസ്മിൻ പുറത്തു പോയി ആ പോണോന്നാണ് എൻ്റെ ധാരണ. അവളും പോണമെന്നാണ് ഓർക്കണത്. ആരാ നന്നായി ഗെയിം കളിക്കുന്ന ഇപ്രാവശ്യത്തെ ഷോ? ഈ പ്രാവശ്യം പിന്നെ ആ പെണ്ണിന്റെ ആ മുടിയില്ലാത്ത പെണ്ണിന്റെ പേരെന്തോ രശ്മിനാണോ? ആ പെണ്ണും ഇപ്പൊ അവര് 3 പെണ്ണുങ്ങൾ നല്ലോണം കളിക്കണ്ട. അവർക്ക് പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ മോളെ. ജിൻഡോ എങ്ങനെയുണ്ട്? അവൻ പിന്നെ ഉള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയണുണ്ട്. അത് കാരണം ആർക്കും കണ്ടൂടാ അവനെ. ജിൻഡോ പുറത്തു പോവോ? പുറത്ത് പോകാനല്ലേ അവർ ആഗ്രഹിക്കണത്. അവിടെയുള്ള ആൾക്കാരെ ആഗ്രഹിക്കണ എത്രയും വേഗം. ചേച്ചിയുടെ അഭിപ്രായം എന്താ? പോവരുത്? എൻ്റെ പോകരുതെന്നാണ്. എന്നുവെച്ചാൽ അവൻ തുറന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും കാണുന്നത് തുറന്നടിച്ച് പറയണത്. അപ്പം അത് മറ്റുള്ള ആൾക്കാർക്ക് പിടിക്കണില്ല. ശ്വേതാമേനോ വന്നത് കണ്ടിരുന്നോ? ആ കണ്ടായിരുന്നു. അവര് വന്നിട്ട് എങ്ങനെയുണ്ട്? അവര് വന്നിട്ട് ഇപ്പൊ ഒരുവിധം കൊള്ളാം. അവരിപ്പോ ഈ ആഴ്ച തിരിച്ചു പോവും. തിരിച്ചു പോകും. ഇനി പുതിയത് ആര് വരണമെന്ന് ആഗ്രഹം? കഴിഞ്ഞ സീസണിലൊക്കെ ഇപ്പൊ പുതിയത് പോയ ആൾക്കാർ ഇനി തിരിച്ചു വരൂല്ലല്ലോ. ഇവരൊക്കെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നവർ. അഖിൽമാരാര് വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആ പാട്ടൊക്കെ പാടൂല്ലേ ഒരാള്? കഴിഞ്ഞ ദിവസം പോയ ആള് ആദ്യം തന്നെ പോയില്ലേ രതീഷ് കുമാറോ? രതീഷ് കുമാർ ഇപ്പൊ വന്ന് പോയത്. അതൊക്കെ ഒരു പാട്ടൊക്കെ മെനേഡ് കാണുന്നത് തുറന്നടിച്ച് പറയണ അവരൊക്കെ. ഈ ഗബ്രി ഇനി തിരിച്ചു വന്നാല് അത് മെനേഡാകുമെന്ന് പറയണ. ഇനിയും മെനേഡാകും. ആണല്ലേ? തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നുണ്ട്. തിരിച്ചു വന്നാൽ ഇനി മെനേഡാകും. ഇതിന് ഇപ്പൊ നേരത്തെ ഉണ്ടായ പോലെ തന്നെ മെന ഉണ്ടാവൂല. എന്നും കാണാറുണ്ടോ? ഇന്നലെ പിന്നെ ഞാനൊക്കെ ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. നല്ലതായിരുന്നു. ശ്വേതാ മേനോനൊക്കെ വന്നിട്ട് അവര് വന്ന പിന്നെ കൊള്ളാട്ടോ. അവര് വന്നപ്പോഴാണ് ഈ ഷോ കാണാൻ പറ്റുന്നത്. അവര് വന്നപ്പോ ഇത് കാണാൻ പറ്റുന്നുണ്ട്. ചേച്ചി എന്നും കാണാറുണ്ടോ? കാണാറുണ്ട്. ആരെ ഇഷ്ടം കൂടുതൽ? ജിൻഡോന്. എന്താ കാരണം? ജിൻഡോയുടെ കളി കൊള്ളാം കാണാൻ. ആണല്ലേ? ജിൻഡോ പുറത്തു പോയാലോ? പുറത്ത് പോകരുതെന്നാണ് ആഗ്രഹം. ആണല്ലേ? ഈ ഗബ്രി ഇപ്പൊ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ടാണല്ലോ പുറത്തു പോയത്. അതുപോലെ ജിൻഡോ ഇനി പുറത്തു പോവോ? ഇല്ലെന്ന് വിചാരിക്കണ്. അങ്ങനെ പറയാൻ കാരണം എന്താ? ജിൻഡോന്റെ കളി കൊള്ളാം. ആണല്ലേ? നന്നായി ഗെയിം കളിക്കുന്നുണ്ട്. ആരെ ഇഷ്ടമല്ലാത്ത ആരെയാ? ജാസ്മിനൊന്നും അത്ര താല്പര്യമില്ല. അതെന്ത്? അത് ഇല്ല.